വാട്സാപ്പ് യൂട്യൂബ്. അപ്പോൾ ഇന്നൊരു ബിഗിനേഴ്സിനും ഇൻ്റർമീഡിയറ്റിനൊക്കെ പറ്റുന്ന ഒരു പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറേ മുമ്പ് പുഷ് വർക്കൗട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് മസിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു വർക്കൗട്ട് സ്പ്ലിറ്റാണ്. അപ്പോൾ ഇതാണോ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ബട്ട് ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പുഷ് പുൾ ലെഗ്സ് കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും. ചില ആളുകൾക്ക് സിംഗിൾ പാർട്ടിന് ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുഷ് പുൾ ലെഗ്സ് അപ്പോൾ ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുഷ് പുൾ ലെഗ്സ് നോർമലി ചില ആളുകൾ ചെസ്റ്റിന് 5 വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും, ഷോൾഡറിന്. ഇപ്പോൾ പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ പുഷ് ഡേയിൽ നമുക്ക് ചെസ്റ്റിനും ഷോൾഡറിനും ട്രൈസെപ്സിനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പുഷ് വർക്കൗട്ടാണ്. അപ്പോൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ്. അപ്പോൾ ഈ 3 പാർട്സിന് ചെയ്യുമ്പോൾ ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ മസിൽസ് എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ആവും അല്ലേ? മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും ഒരുപാട് ചെയ്ത് കഴിയും. അപ്പോൾ നമ്മൾ അതൊന്നും വരാതെ രീതിയിൽ നമ്മൾ ഒരുപാട് വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് മസിൽസ് ബിൽഡും നടക്കണം, എന്നാൽ സെയിം ടൈമിൽ മസിൽ റിക്കവറി ആവണം, മസിൽ ബ്രേക്ക് ഡൗണും ആവാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ സ്പ്ലിറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതേപോലെ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാം, അതേപോലെ ഏതൊക്കെ രീതിയിൽ ഏത് ഫോം എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുകൂടെ ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എൻ്റെ കൂടെ അത് പറയാൻ ഞാൻ വിട്ടുപോയി. നിങ്ങളെ പേര്? ഷിജോ. എനിക്കറിയാം, എന്നാലും ചോദിച്ചാണ്. ഷിജോ, നമ്മളെ കൂടെ ഒരു മല്ലനുണ്ട്, ഷിജോ ചേട്ടൻ. നമ്മളെ വടംവലീൻ്റെ ഒക്കെ കിങ്ങാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂടെ ഉള്ളത്, നമ്മളെ സ്പ്ലിറ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ വൈകാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്സാണ്. അപ്പർ ചെസ്റ്റിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബെഞ്ച് ഒരുപാട് ഉയരത്തിലിടേണ്ട ആവശ്യമില്ല. ഒരു 35 ഡിഗ്രി 40 ഡിഗ്രി ആ റേഞ്ച് മതി. ഓക്കെ, സോ ഡംബിൾ ഇങ്ങനെ തൈസിൽ വെക്കുക, കിടന്ന് നോട്ടെ, ലിഫ്റ്റ് ചെയ്തേ. ഇങ്ങനെ വേണം ലിഫ്റ്റ് ചെയ്യാൻ. ഒരിക്കലും നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ റിലീസ് ചെയ്ത് താഴെ വെക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ ഇഞ്ചുറിക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കെയർഫുള്ളായിട്ട് ചെയ്യുക എപ്പോഴും. ഓക്കെ, പൊന്തിച്ച് ആദ്യം ഡംബിൾ പൊന്തിച്ച് നിങ്ങളെന്ത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു രീതിയിലാണ് പലരും ചെയ്യുക. അപ്പോൾ ഞാനൊക്കെ മുമ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാണ്ട് കുറച്ച് ഡംബിൾ ചെറുതായിട്ടൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ പുറത്തോട്ട് തള്ളാണ്ട് ഉള്ളിലോട്ട് ചെറിയൊരു സ്ലൈറ്റ് ഈ രീതിയിൽ ഇത് നമുക്ക് ഷോൾഡർ ഇഞ്ചുറി ഇല്ലാതിരിക്കാൻ സഹായിക്കും. ഗോ, പുഷ്, യെസ്. സ്ലോ ആയിട്ട് ചെയ്യുക. എപ്പോഴും നിങ്ങൾ സ്ലോ ആയിട്ട് നിങ്ങൾ കൺട്രോളിലായിരിക്കണം. വെയിറ്റിൻ്റെ കൺട്രോളിലായിരിക്കരുത് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ കൺട്രോളിലായിരിക്കണം വെയിറ്റ്. യെസ്. പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 2, യെസ്. ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ വെക്കുക. സ്ലോ ആയിട്ട് താഴോട്ട് സ്ലോ ആയിട്ട് ഇറക്കുക. യെസ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, ഒരു 4 സെറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നിങ്ങളൊരു വാംപ്പ് സെറ്റായിട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് നിങ്ങൾ മെയിൻ സെറ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഗ്രാജ്വലി വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അതേപോലെ മിനിമം ഒരു സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ 6 reps ഒക്കെ മതിയാവും. 6 to 12 reps വരെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സെറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളെ ബ്രീത്ത് നോർമൽ ആകുന്ന ആ ഒരു ടൈം. ഒരു ഹെവി ഹിൻഡൻസ് വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ നോർമൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഒരു മാക്സിമം 1 മിനിറ്റൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരുള്ളൂ. കാരണം നമ്മൾ അത്ര ഇൻറ്റൻസ് വർക്കൗട്ട് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് നോർമലാണ്. നിങ്ങൾ അടുത്ത സെറ്റിന് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സെറ്റിലേക്ക് മൂവ് ആവുക. സോ നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ്സാണ്. ഓക്കെ, ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്. ഈ ബെഞ്ച് പ്രസ്സിൽ പലർക്കും ഷോൾഡർ ഇഞ്ചുറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോ. അത് നമ്മൾ കിടക്കുക, കാൽ 2 നിങ്ങൾ വൈഡായിട്ട് തന്നെ വെക്കുക. തറയിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇരുത്തത്തിലാണെങ്കിലും കിടത്തത്തിലാണെങ്കിലും നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീൽ ആവണം. ഓക്കെ,
അതേപോലെ ചെസ്റ്റ് അപ്പ് ചെയ്യുക, ബാക്ക് ആർച്ച് ചെറുതായിട്ടൊരു ആർച്ച് രീതിയിൽ വെക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഗോ. ഇനി കൈ എങ്ങനെ ഏത് ലെവലിൽ നിങ്ങൾക്ക് പിടിക്കണം എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കൈ നേരെ പൊന്തിച്ച് പറഞ്ഞുതരാം. എന്നാ ഈ രീതിയിൽ വെക്കുക, നേരെ ജസ്റ്റ് ഒന്ന് നേരെ താഴെ പിടിച്ചിട്ട് താഴെ ഇതേപോലെ ഷോൾഡർ ലെവൽ, നമ്മൾ ഷോൾഡർ ലെവൽ നേരെ ക്രാപ്പ് ചെയ്താൽ മതി. യെസ്. ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബാർബെല്ല് വെച്ച് പല ബാർബെല്ല് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൈ വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കിയാലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് വൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് വൈഡ് ചെയ്യുമ്പോൾ ഷോൾഡറിന് ടെൻഷൻ കൂടും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ലിഫ്റ്റ് ചെയ്തേ പറഞ്ഞുതരാം. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ നിപ്പിളിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ വെയിറ്റിനെ ഇറക്കേണ്ടത്. ചെയ്തേ. അപ്പോൾ വെയിറ്റ് ഇറക്കുമ്പോൾ നമ്മളെ കൈ ഷോൾഡറിൽ സ്ലൈറ്റായിട്ട് നിങ്ങൾ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഗോ. ഇത് സേഫാണ് ഷോൾഡറിന്. ഓക്കെ, പുഷ്, ഗോ ഡൗൺ. പുഷ് ചെയ്യുമ്പോൾ അതേപോലെ നേരെ ബാക്കിലോട്ട് പുഷ് ചെയ്യുക. ഗോ. പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഗോ. പുഷ്. യെസ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഗ്രാജുവലി വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഒരു 3 സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, 3 സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ഈഗോ ലിഫ്റ്റിങ്, അതായത് നമ്മൾ കണ്ടമാനം വെയിറ്റ് ഇട്ട് ചെയ്യാണ്ട് വളരെ നോർമലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെയിറ്റ് നിങ്ങളെ കൺട്രോളിലായിരിക്കണം, ഒരിക്കലും വെയിറ്റിൻ്റെ കൺട്രോളിലായിരിക്കരുത് നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ട് ബെഞ്ച് പ്രസ്. ഇനി നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടിലേക്ക് കിടക്കാം. സോ കേബിൾ ക്രോസ് ഓവറാണ് നമ്മളെ ചെസ്റ്റിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് കേബിൾ ക്രോസ് ഓവർ. ഗോ. കേബിൾ ക്രോസ് ഓവർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം സിംഗിൾ ഒരു ഈ കൈ വിട്ട് ഇനി ലിഫ്റ്റ് ചെയ്തേ. ഇങ്ങനെ വേണം ലിഫ്റ്റ് ചെയ്യാൻ. ഒരിക്കലും നിങ്ങൾ 2 കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ഷോൾഡറിൽ വരും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 2 കാലും ഒരുമിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാല് ഫ്രണ്ടിലോട്ട് വെച്ച് ചെയ്യുക, ഒരു കാല് ഫ്രണ്ടിലോട്ട് തന്നെ വെച്ച് ചെയ്തോളൂ. അതുപോലെ ചെസ്റ്റ് അപ്പ്. ഒരേ ലൈനപ്പ് ആയിരിക്കണം, കേബിൾ ഒരേ ലൈനപ്പ് ആയിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഗോ. ബാക്കിലോട്ട് പോകുമ്പോൾ ഇതേപോലെ ഈ ഒരു ഇത് മതി. ഇതിൽ കൂടുതൽ സ്ട്രെച്ചിൻ്റെ അതായത് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൽബോ ഒരിക്കലും താഴോട്ട് ഇങ്ങനെ ആവാൻ പാടില്ല. എൽബോ ഒരു ലൈനപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഗോ. അതായത് നമ്മൾ ടെൻഷൻ ചെസ്റ്റിലായിരിക്കണം കൂടുതലായിട്ട് വേണ്ടത്. ഗോ. യെസ്. സ്ട്രെച്ച്. ഗോ. യെസ്. ഇങ്ങനെ വേണം നിങ്ങൾ കേബിൾ ക്രോസ് ഓവർ ചെയ്യാൻ. യെസ്. കൈ ഒരുപാട് ഓപ്പൺ ആക്കരുത്. നീ ചെറുതായിട്ട് എൽബോ ബെൻഡ് ചെയ്ത് തന്നെ വെക്കണം. ഗോ. യെസ്. റിലാക്സ്. ഇതാണ് നമ്മളെ മൂന്നാമത്തെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്. ഇനി നമുക്ക് അടുത്തത് ഷോൾഡറിലേക്ക് കിടക്കാൻ പോവാണ്. സോ ഇനി ഷോൾഡർ പ്രസ്സാണ്. ഷോൾഡർ പ്രസ് മെഷീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗോ. ആദ്യം നിങ്ങൾ ഇരിക്കുമ്പോൾ നന്നായി, അതായത് ചെസ്റ്റ് അപ്പ് ചെയ്യുക, കാല് വൈഡായിട്ട് തന്നെ വെക്കുക, പതിച്ച് വെക്കുക കാല്. നമ്മൾ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കുക നിങ്ങൾ. ഓക്കെ, ലിഫ്റ്റ് ചെയ്ത്. യെസ്. വളരെ സ്ലോ ആയിട്ട് തന്നെ റിലീസ്, സ്ലോ ആയിട്ട് എപ്പോഴും താത്തും. അപ്പോൾ ആ ഒരു ഫീല് ഫുൾ ടെൻഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ എൽബോ ഉള്ളിലോട്ട് ഒരിക്കലും ഇതേപോലെ തള്ളി വെക്കരുത്. കുറച്ച് സ്ലൈറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ സേഫുമാണ്, കുറച്ചുകൂടെ ഫീൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഗോ. ഷോൾഡർ സേഫുമാണ്, ഫീൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഷോൾഡറിൽ കിട്ടുകയും ചെയ്യും. ഫ്രണ്ട് ടെൽറ്റ്. ഗോ. സ്ലോ ആയിട്ട് താത്ത. പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. യെസ്. ഗോ. യെസ്. ഇങ്ങനെ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഫീല് നിങ്ങൾക്ക് ആ മസിലിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു 15 റെപ്സ് 20 റെപ്സ് അടിക്കുന്നതിനേക്കാളും 5 റെപ്സിലെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്പീഡായിട്ടുള്ളൊരു വർക്കൗട്ട് ചെയ്യാതിരിക്കുക, സ്ലോ ആയിട്ട് കൺട്രോളായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ ഷോൾഡറിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഷോൾഡർ പ്രസ് മെഷീൻ. ഇനി രണ്ടാമത്തെ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഇനി ഷോൾഡറിൻ്റെ ലാറ്ററൽ റൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഡംബിൾ സൈഡ് റൈസസ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഒരിക്കലും ഈ ഒരു ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്തേ, അതായത് എൽബോ ആണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, എൽബോയിൽ വേണം നിങ്ങൾ ഡ്രൈവ്. ഒരിക്കലും നിങ്ങൾ
എൽബോൻ്റെ മുകളിലായിരിക്കരുത് നിങ്ങൾ കൈ പോരുന്നത്, എൽബോ മുകളിലായിരിക്കണം. ഓക്കെ, ഡൗൺ, ഓക്കെ, അപ്പ്, എൽബോ ആയിരിക്കണം മുകളിൽ. അതേപോലെ കൈ റിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വെക്കാണ്ട് നേരെ തന്നെ വെക്കുക റിസ്റ്റ്. ഓക്കെ, ഗോ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നേരെ വെക്കുക ഡംബിൾസ്. ഇത് നേരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം. ഓക്കെ, കൈ നേരെ വെച്ചാൽ ഗോ. നേരെ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നിങ്ങൾ. ഇതും നല്ല ഫീലുള്ള വർക്കൗട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പയ്യെ പയ്യെ ഈ ഒരു ഫോമിലേക്ക് റെഡിയാക്കി എടുക്കുക. പോണ്ടേ, അപ്പ്. യെസ്. എൽബോ വേണം ഡ്രൈവ് ചെയ്യാൻ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗോ. യെസ്, നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ടാണിത്. ഇനി മൂന്നാമത്തെ വർക്കൗട്ടിലേക്ക് കിടക്കുക, നമ്മളെ ഷോൾഡറിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ റിയൽ ഡെൽറ്റ് ഫ്ലൈ ആണ് നമ്മൾ അടുത്തത് അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഗോ. അപ്പോൾ ആദ്യം നിങ്ങൾ ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് ബോഡി ഫ്രണ്ടിലോട്ട് വെക്കുക. ഓക്കെ, നേരെ വെച്ച് ഗോ. അതേപോലെ ഈ ഒരു ലെവലിലേ വരാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട്, പലരും ബാക്കിലോട്ട് കൂടുതലായിട്ട് ഇങ്ങനെ പുൾ ചെയ്യുന്നത് കാണാം. ഓക്കെ, തള്ളി കൊടുക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഷോൾഡർ ഇഞ്ചറിക്ക് കാരണമാവും. ഈ ഒരു ഷോൾഡർ ലെവലിൽ മതി. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക, പോസ് ചെയ്യുക. ഗോ. പോട്ടെ, ബാക്കിൽ പോസ് ചെയ്യുക. യെസ്, ടച്ച് ചെയ്യാണ്ട് അടിക്കുക. യെസ്, നമ്മൾ റിയൽ ഡെൽറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. യെസ്, പോസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബെസ്റ്റ് എക്സസൈസാണ് റിയൽ ഡെൽറ്റിൻ്റെ. പക്ഷേ ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഫീലും ഉണ്ടാകാൻ പോകുന്നില്ല, ഇഞ്ചുറിയും വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. യെസ്, റിലാക്സ്. അപ്പോൾ സെറ്റും റെപ്സൊക്കെ ഞാൻ എല്ലാം അടിയിൽ മെൻഷൻ ചെയ്യുന്നത്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് ട്രൈസെപ്സിലേക്ക് കടക്കാം. സോ റോപ്പ് പുഷ് ഡൗൺ ആണ് നമ്മളെ ട്രൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. ഗോ. നേരെ തന്നെ ഒരുപാട് വൈഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നോർമൽ നമ്മൾ ഷോൾഡർ ലെവൽ വെക്കായി. ഓക്കെ, ദെൻ ബോഡി ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്യാം. ചെസ്റ്റ് അപ്പ്, ഏക്ക്, ഗോ. ചെസ്റ്റ് അപ്പ്. യെസ്, കൺട്രോൾ ചെയ്ത് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. യെസ്, യെസ്, ഒന്നുകൂടെ. യെസ്, ചെസ്റ്റ് അപ്പ്. യെസ്, ഗോ. യെസ്, ഒരു ഫുൾ ടെൻഷൻ നിങ്ങൾ ട്രൈസെപ്സിൽ കിട്ടണം. സ്ലോ ആയിട്ട് കൺട്രോൾ ആയിട്ട് ഇതേപോലെ ചെയ്യാം. പ്രോപ്പർ ഫോമിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എപ്പോഴും. യെസ്, ഇതാണ് നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട്. ലാസ്റ്റ് വർക്കൗട്ടാണ് ഡിപ്സ്, ട്രൈസെപ്സ് ഡിപ്സ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷോൾഡർ ഇഞ്ചുറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ്. പോട്ടെ, കാല് ചെറിയൊരു ബെൻഡിൽ വെച്ചാൽ മതി, ഒരുപാട് സ്ട്രൈറ്റും അല്ല എന്നാൽ ഒരുപാട് ബെൻഡും അല്ല. ഓക്കെ, അതേപോലെ കൈ നിങ്ങളെ ഈ തൈസിൻ്റെ നമ്മളെ ഈ ഒരു പോസ്റ്ററിൽ ഒരിക്കലും വൈഡായിട്ട് വെക്കരുത്. യെസ്, അടുപ്പിച്ച് തന്നെ വെക്കുക, ഷോൾഡർ ലെവൽ വെക്കുക. ഗോ. അതേപോലെ നേരെ ഇറങ്ങുക, നിങ്ങൾ ക്ലോസ് ചെയ്ത് തന്നെ ഇറങ്ങുക, ഒരുപാട് ഫ്രണ്ടിലോട്ടായിട്ട് നിങ്ങൾ താഴോട്ട് പോകരുത്. ഗോ. പുഷ്. യെസ്, യെസ്, ഒരിക്കലും നിങ്ങൾ ഷോൾഡറിലാവരുത് ടെൻഷൻ മൊത്തം ട്രൈസെപ്സിൽ തന്നെ ആവണം. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ഫോം ആണോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മസിൽസിലാണോ നമ്മൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതല്ല നമ്മൾ വേറെ മസിലിലാണ് അത് പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്തുകൊണ്ടാണ് ആ മസിലിന് കിട്ടാണ്ട് വേറെ മസിലിനെ പോകുന്നതെന്ന് നിങ്ങൾ ട്രെയിനർമാരോട് ചോദിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കുക അതിനെക്കുറിച്ച്. ഓക്കെ, സോ നമ്മളെ ഇന്നത്തെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ മേക്ക് ഷുവർ വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് വാമപ്പ് ചെയ്യുക. വാമപ്പ് എന്താ പറയുക, ഒരുപാട് സ്ട്രെച്ചിങ് അല്ല, നമ്മൾ ബേസിക് വാമപ്പ് ആദ്യം നിങ്ങൾ ചെയ്യുക, ഫുൾ ബോഡി ജസ്റ്റ് ഒന്ന് വാം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇന്ന് പുഷ് വർക്കൗട്ടാണ്. അപ്പോൾ പുഷ് വർക്കൗട്ടിൽ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് ആണ്. അപ്പോൾ 3 മസിൽസിനെ നിങ്ങൾ ലൈറ്റ് വെയ്റ്റിലൊക്കെ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്താ പറയുക, കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വാമപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ ഓവറോൾ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ബ്ലഡ് ഫ്ലോ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾ
അപ്പോൾ വാമപ്പ് നിർബന്ധമാണ് വർക്കൗട്ടിന് മുമ്പ്. ഒരിക്കലും നിങ്ങൾ ഓടി വന്നിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക. പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ബിഗിനേഴ്സ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജിമ്മിൽ വരുമ്പോൾ ബേസിക് വാമപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചെസ്റ്റിന് നിങ്ങൾ ലൈറ്റ് വെയ്റ്റിൽ നിങ്ങൾ മെഷീൻസൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക, പുഷപ്സൊക്കെ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഞ്ചുറി ഇല്ലാതിരിക്കുള്ളൂ. ബ്ലഡ് ഫ്ലോ, അതേപോലെ നമ്മൾ ഓവറോൾ നമ്മളെ പെർഫോമൻസിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോച്ച് ഷഫീഖ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്, നിങ്ങളത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളെ മസിൽ ബിൽഡിങ്ങും വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിൻ്റെ ഒക്കെ ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അതുപോലെ ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.